കവലദുർഗ കോട്ടയിലേക്കുള്ള വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കവലദുർഗ ഫോർട്ടിലേക്കുള്ള യാത്രയിലാണ് ഇപ്പോൾ. ബസ് ഇറങ്ങി നമ്മൾ ഇനി മുകളിലേക്ക് ഒരു 2 കിലോമീറ്റർ ദൂരം നടത്താം. താർ റോഡ് ഇവിടത്തേക്ക് അവസാനിക്കുന്നു. ഇനി മണ്ണ് റോഡാണ്. താർ റോഡ് കഴിഞ്ഞ് പിന്നെ ഒരു ചെറിയ മണ്ണ് റോഡ്, പിന്നെ ഒരു പാറപ്പുറം. ഇതേണ്ട നല്ലൊരു പാറക്കെട്ട്. അത് കഴിഞ്ഞ് നമ്മളെ വയലിലേക്കുള്ള വരമ്പില്ലേ, വയൽ വരമ്പ്. ഇപ്പോഴത്തെ നമ്മളെ ഒറ്റയടിപ്പാത അല്ല, എന്നാലും പറയാ നടപ്പാത അതുപോലെയുള്ള ഒരു വഴിയിലേക്ക് കൂടി പോകണം നമ്മളിനി. അത് കഴിഞ്ഞ് അപ്പുറത്ത് എത്തിക്കഴിഞ്ഞാൽ വീണ്ടും ചെറിയൊരു വീതി കുറഞ്ഞ ഒരു റോഡ്, കല്ല് ഇട്ട ഒരു റോഡ് കാണാം. കണ്ടോ, മഴ പെയ്തുകൊണ്ട് എല്ലാം വെള്ളം നിറഞ്ഞ അരുവികൾ. പിന്നെ ഇപ്പുറം നല്ല കവുങ്ങും തോട്ടം കാണാം. നമ്മളൊരു കേരളത്തിൽ കാസർഗോഡിലെത്തിയ ഒരു പ്രതീതി. നേരെ മുന്നിൽ ഒരു കുന്ന്. ഓർമ്മകളിലൂടെ ഒരു പിന്നടത്തത്തിന് സഹായിക്കുന്ന ഒരു യാത്രയായിരിക്കും ഇത് തീർച്ചയായിട്ടും. കാരണം കണ്ട, ചെറിയ കുഞ്ഞ് തോട് എന്ന് പറഞ്ഞുകൂടാ, ആണികൾ അല്ലേ, വെള്ളം നിറഞ്ഞൊഴുകുന്ന ആണികൾ, ആണിച്ചാലുകൾ, വെള്ളം കെട്ടിക്കിടക്കുന്ന വയലേലകൾ, തൊട്ടപ്പുറത്ത് കവുങ്ങിൻ തോട്ടം. ഇത് കണ്ട. പിന്നെ മുന്നിൽ ചെറിയൊരു കുന്ന്, ഈ വശത്ത് ഇടതുവശത്തുമുണ്ട്, മുന്നിലുമുണ്ട്. ആളുകളൊക്കെ മുമ്പിൽ ഇങ്ങനെ നടക്കുന്നുണ്ട്. ചാറിൽ മഴയായതുകൊണ്ട് ഒരു വീഡിയോ എടുക്കൽ കുറച്ചൊരു ബുദ്ധിമുട്ടാണ്. ഫോണ് നനയുന്നുണ്ട്. അപ്പം എല്ലാവരും കോട്ട് ഇട്ടിട്ടാണ് പോകുന്നത്. കൊടയാരും എടുത്തില്ല. ഒരാളെങ്ങാറ്റേ കൊടയെടുത്തിട്ടുള്ളൂ. ബാക്കി എല്ലാവരും കോട്ടിലാണ് യാത്ര. ശരിക്കില്ല, ഈ ഒരു സീസണിലാണ് ഈ സ്ഥലത്ത് വരേണ്ടത്. ഒരു ചെറിയ ചാറ്റൽ മഴ നനഞ്ഞുകൊണ്ട് ഇങ്ങനെ ആ ഒരു വൈബിൽ പോകുന്നത് ഒരു അതിഗംഭീരമായ ഒരു അനുഭവമാണ്. നമ്മൾ തുവരാന്നൊക്കെ പറയുന്നില്ലേ, അതിൻ്റെ അതുപോലെ തോന്നുന്ന ഒരു ചെടി ഇവിടെ കാണുന്നത്. കാട്ടുചെടിയാന്ന് തോന്നുന്നുണ്ട്. പിന്നെ ഒരു പേരമരങ്ങൾ. ഇത് നാടൻ ടൈപ്പ് പേരമരങ്ങൾ കാണാം. അധികം വലിപ്പമില്ലാത്ത കവുങ്ങ്, അങ്ങനെ ഒരു തോട്ടം. മാവുകൾ. ഇതൊക്കെ ആരെയോ പറമ്പാന്ന് തോന്നുന്നുണ്ട്. അവിടെ കുറച്ച് ദൂരത്തിലൊരു വീട് കാണാം. മഴ പെയ്തുകൊണ്ട് എങ്ങ് നോക്കിയാലും ഉറവാണ് കേട്ടോ, ഉറവും വെള്ളവും. ഇവിടെ കൃഷിക്കായിട്ട് ഒരുക്കുന്ന പാടം. ഇവിടെ നമ്മൾ ഇലയൊക്കെ കൊണ്ടുവന്നിട്ട് ഇനി അടുത്ത ഘട്ടത്തിലാണെന്ന് തോന്നുന്നുണ്ട് കൃഷി നടത്തുക. ഇത് കണ്ട, വയലും അതിൻ്റെ നടുക്കിലൂടെയുള്ള ചെറിയ വഴിയും കഴിഞ്ഞ് ഇപ്പോൾ കല്ല് പാകിയ ഒരു വഴിയാണ്, റഫായിട്ടുള്ള വഴി. ഇത്രയും ചെറിയ കല്ലുകൾ മാത്രം പാകിയ വഴിയാണ്. ഇപ്പം ചുറ്റും ഇത് പച്ചപ്പ്, നല്ല പച്ചപ്പ്, കാട് പിടിച്ച അങ്ങനെയുള്ള വഴിയാണ് കാണുന്നത്. ഇതൊരു വലിയൊരു മരം കാണാം. ഇത് നമ്മൾ ഫോണിൽ എത്രത്തോളം അതിൻ്റെ വലിപ്പം നമുക്ക് തോന്നുന്നറിയില്ല, പക്ഷെങ്കിൽ നല്ല വലിപ്പമുണ്ട്. ശരിക്കും നമ്മൾ ഈ രാജാക്കന്മാരല്ലോ കോട്ടകൾ പണിയുന്നത് പ്രകൃതി തന്നെ ഒരു കോട്ടയായിട്ട് സംരക്ഷിക്കുന്ന ഒരു സ്ഥലത്തായിരിക്കും അവർ കോട്ട പണിയുക. നിങ്ങൾ ഏത് സ്ഥലത്ത് ചെന്ന് നോക്കിയാലും എന്തെങ്കിലും ഒരു പ്രകൃതിയുടെ ഒരു പ്രത്യേകത ഉള്ള ഒരു സ്ഥലത്താണ് കോട്ടകൾ പൊതുവിൽ പണിയുന്നത്. അപ്പോൾ ഒന്നുകിൽ ഇപ്പോൾ കടലിന് തൊട്ട് സൈഡിലാണെങ്കിൽ ദൂരെ കാഴ്ച സാധ്യമാകുന്ന ഒരു സ്ഥലം, അല്ലെങ്കിൽ വലിയ കുന്നിൻ്റെ പുറത്ത്, അതും വളരെ ദൂരെ നിന്ന് ശത്രുക്കളുടെ നീക്കങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്ന തരത്തിലുള്ള സ്ഥലത്തായിരിക്കും ഈ കോട്ടകൾ പണിയുക. പിന്നെ അതുപോലെ ഈ സ്ഥലത്ത് കയറിയെത്താനോ അല്ലെങ്കിൽ ഒരു അക്രമകാരികൾക്ക് ആ സ്ഥലത്ത് എത്തിപ്പെടാനുള്ള ബുദ്ധിമുട്ടുള്ള പോലുള്ള സ്ഥലത്തായിരിക്കും പലപ്പോഴും കോട്ടകൾ പണിതിട്ട് കാണുക. അപ്പോൾ ഞാൻ കുടയൊന്നും എടുത്തിട്ടില്ല, ഒരു കോട്ട് ഇട്ടിട്ടാണ് നടത്തം. ഇത് കണ്ടോ, പുറകിൽ വെള്ളം, ഉറവ് വെള്ളം ഇങ്ങനെ കുഞ്ഞരുവികളായിട്ട് ഒഴുകി വരുന്ന നല്ല കാഴ്ച. നല്ല പച്ചപ്പാണ് മുഴുവൻ.
അപ്പോൾ കവലദുർഗ ഫോർട്ടിലേക്കുള്ള നടത്തത്തിലാണ് ഞാനും കൂടെയുള്ളവരും. പുറകിലൊക്കെ നല്ല പച്ചപ്പാണ്. മുകളിൽ കുറച്ച് നല്ല ഹൈറ്റുള്ള കുന്നുകൾ കാണാം. വലിയൊരു പുറ്റ് കാണാം. പോകുന്ന വഴിയിലാണ്, കവലദുർഗ ഫോർട്ടിൻ്റെ വഴിയിൽ ആണ് കാണുന്നത് ഒരു വലിയ പുറ്റ്. ചില സ്ഥലത്തൊക്കെ ആണെങ്കിൽ ഇതിന് ഫുള്ള് മഞ്ഞളും ഇതൊക്കെ ഇട്ടിട്ട് പൂജിക്കുന്ന കാണാം, വിളക്കൊക്കെ കത്തിച്ചിട്ട്. പക്ഷെ ഇവിടെ അങ്ങനെയൊന്നും കാണുന്നില്ല. ഇത് പൊതുസ്ഥലം ഫോറസ്റ്റ് തന്നെയാണെന്ന് തോന്നുന്നുണ്ട്. ഇവിടെ ഒരു പ്ലാവൊക്കെ കാണുന്നുണ്ട്, ചക്ക ഉണ്ടായിട്ടുണ്ട്. ഏതാണ്ട് 2 കിലോമീറ്റർ ദൂരം നമ്മൾ നടക്കണം. ഇത് വിജയനഗര സാമ്രാജ്യത്തിൻ്റെ അധീനതയിൽ വന്നിരുന്ന ഒരു പ്രദേശമായിരുന്നു. കേളടി രാജവംശം, അവർ ഈ വിജയനഗര സാമ്രാജ്യത്തിൻ്റെ സാമന്തന്മാരായിരുന്ന രാജാക്കന്മാരായിരുന്നു. അപ്പോൾ വിജയനഗര സാമ്രാജ്യത്തിൻ്റെ പതനത്തിന് ശേഷം ഇവർ സ്വതന്ത്ര രാജാക്കന്മാരാവുകയും നല്ല പ്രതാപശാലികളായിട്ട് ഭരിക്കുകയും ചെയ്തു എന്നാണ് കഥ, ചരിത്രം. അപ്പോൾ ആ കോട്ട, ഈ ചേകടി രാജവംശത്തിൻ്റെ കോട്ടയാണ് കവലെ ദുർഗ ഫോർട്ട്. അപ്പം അതിലേക്കുള്ള വഴി ഈ സമയത്താണ് ഏറ്റവും നല്ലതെന്ന് എനിക്ക് തോന്നുന്നത്. വേനൽക്കാലത്തിനേക്കാണ് ചെറിയൊരു ചാറലും അങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിലും നമുക്ക് കയറിപ്പോകാൻ ഏറ്റവും കംഫർട്ടബിൾ ഈ സമയത്താണ്. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ കോട്ടകൾ എപ്പോഴും അല്ലെ ദുർഗങ്ങൾ എന്ന് പറയുന്നത്, അല്ലെ ശക്തി ദുർഗങ്ങൾ എന്നല്ലേ കോട്ടകൾ അറിയപ്പെടുക. അപ്പോൾ അവയെല്ലാം പ്രകൃതി കൊണ്ട് സംരക്ഷിതമായ ഒരു പ്രദേശത്തായിരിക്കും പലപ്പോഴും പണിയാറുള്ളത്. അപ്പോൾ നമ്മളത് കേരളത്തിലെ കോട്ടകൾ എടുത്താൽ ബേക്കൽ കോട്ടയായാലും അത് കടലിൻ്റെ ഒരു പ്രൊട്ടക്ഷൻ ഉണ്ട്. അതുകൂടാണ്ട് കടലിൽ നിന്നുള്ള അക്രമകാരികളെയൊക്കെ നമുക്ക് ദൂരത്തു നിന്ന് തന്നെ കണ്ടെത്താൻ പറ്റുന്ന തരത്തിലുള്ള ഒരു സൗകര്യം അവിടെയുണ്ട്. കണ്ണൂർ കോട്ടയും അതുപോലെ തന്നെ. പിന്നെ പല കോട്ടകളും കുന്നിൻ്റെ പുറത്തായിരിക്കും. ഏറ്റവും നല്ല പ്രകൃതിയാലുള്ള സംരക്ഷണമുള്ള കുന്നുകളുടെ ഏറ്റവും മുകളിലായിരിക്കും പല കോട്ടകളും ഉണ്ടാവുക. അപ്പോൾ അതുപോലെയുള്ള ഒരു സ്ഥലമാണ് ഈ കാവലെ ദുർഗ ഫോർട്ടും. അപ്പോൾ കോട്ട നമ്മൾ കണ്ടു തുടങ്ങി. ഇത് കണ്ട 2 കിലോമീറ്റർ ആണെന്ന് പറഞ്ഞാലും അത്ര കൂടുതൽ നടന്നായിട്ടും തോന്നില്ല. പിന്നെ കഥപ്പോ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. ഭീകരമായ കയറ്റമൊന്നുമല്ല കേട്ടോ. കാറ്റടിക്കുന്നുണ്ട്. ഇന്ന് രാവിലെ നമ്മൾ ഒരു 6 മണിയാകുമ്പോഴത്തേക്ക് ശൃംഗേരി ക്ഷേത്രത്തിൽ പോയി. അതിനുശേഷം ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞതിന് ശേഷമാണ് ഇങ്ങോട്ടേക്ക് വന്നത്. നമ്മൾ മുകളിലേക്ക് കയറി എത്തി. ഇതാണ് കോട്ടവാതിൽ. കരിങ്കല്ലിൽ മാത്രം ഉണ്ടാക്കിയതാണ്, വേറെ ഒന്നുമില്ല. വലിയ കരിങ്കല്ലിൻ്റെ തൂണുകളും പിന്നെ അതിന് 2 വശത്തും കരിങ്കല്ല് പിന്നെ ഒന്നിനു മേലെ ഒന്നാക്കി വെച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കിയതാണ്. ഇത് ഇനി തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇനി അങ്ങോട്ട് ഏതാണ്ട് 1 കിലോമീറ്റർ ദൂരത്തോളം മുകളിലേക്ക് പോകണം. ശരിക്കും ഇതൊക്കെയാണ് ശക്തി ദുർഗം എന്ന് പറയുന്നത്. ഇതൊക്കെയാണെങ്കിലും ഇത്രയും ഉയരത്തിലാണ്, കുന്നിൻ്റെ മുകളിലാണ്. എന്നിരുന്നാലും ഹൈദരാലിയും അദ്ദേഹത്തിൻ്റെ പടയാളികളൊക്കെ വന്ന് ഇത് കീഴടക്കിയിട്ടുണ്ട്. ഈ കോട്ട കേളടി രാജവംശത്തിൽ നിന്ന് അവർ പിടിച്ചെടുത്ത് പിന്നെ കുറേ കാലം ഹൈദരാലിയുടെയും ടിപ്പു സുൽത്താൻ്റെയും ഒക്കെ ഭരണത്തിലായിരുന്നു ഈ കോട്ട. അവരുടെയൊക്കെ സൈന്യം അത്രയും സ്ട്രോങ് ആയിരിക്കും, വെൽ എക്യുപ്ഡ് ആയിരിക്കും. അതുകൊണ്ടാണല്ലോ അവർക്കിതൊക്കെ കീഴടക്കാൻ പറ്റുന്നത്. അല്ലെങ്കിൽ സാധാരണ ഒരു രാജാവിനൊന്നും ഇത് കീഴടക്കാൻ അത്ര എളുപ്പമല്ല. ഇതാണ് കവലെ ദുർഗ ഫോർട്ടിൻ്റെ ഏറ്റവും മുകളിൽ നിന്നുള്ള കാഴ്ച. ഏറ്റവും മുകളിൽ എന്ന് പറഞ്ഞുകൂടാ, ഇതിൻ്റെ മുകളിൽ ചെറിയൊരു ഭാഗം കൂടിയുണ്ട്. അവിടത്തേക്കാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ അവിടെ ചെന്നാൽ ഇതിലും ഗംഭീരമായ വ്യൂ ആയിരിക്കും. അപ്പോൾ ഇത്രയും ഉയരത്തിലുള്ള ഈ കാടിന് നടുവിൽ ഏറ്റവും മുകളിലുള്ള ഈ കോട്ട വരെ ശത്രു സൈന്യം കീഴടക്കി എന്ന് പറയുന്നത് ഒരു അത്ഭുതം തന്നെയല്ലേ. അപ്പോൾ അവരുടെ ശക്തിയും സമരവീര്യവും എത്ര വലുതായിരിക്കും എന്ന് നമുക്ക് ഒന്ന് സങ്കല്പിക്കാം. കോടമഞ്ഞ് ഇറങ്ങി വരുന്നുണ്ട്. കണ്ടോ, മഴ മാറിയപ്പോഴാണ് കോടമഞ്ഞ് ഇറങ്ങി വരുന്നത്. ചേളടി അല്ലെങ്കിൽ കേളടി എന്ന രാജവംശത്തിൻ്റെ
ആസ്ഥാനം അല്ലെങ്കിൽ അവരെ കൊട്ടാരം സ്ഥിതി ചെയ്യുന്ന ഒരു കോട്ടയാണിത്. അത് ഇപ്പോൾ ഏതാണ്ട് പിന്നെ ഒട്ടുമുക്കാലും നാമാവശേഷമായി പോയി. എന്നിരുന്നാലും അതിൻ്റെയൊക്കെ എക്സ്കവേഷൻ്റെ ഭാഗമായിട്ട്, പര്യവേഷണത്തിൻ്റെ ഭാഗമായിട്ട് കുറച്ച് ഭാഗങ്ങൾ അവർ വീണ്ടെടുത്തിട്ടുണ്ട്. എത്ര സുന്ദരമാണ് ഈ പ്രദേശം എന്ന് നമുക്ക് ഈ കാഴ്ച തന്നെ വെളിവാക്കും. സുന്ദരം. പക്ഷെ ഇതൊക്കെ ഞാൻ ഈ വിചാരിക്കുന്നത്, ഈ കീഴടക്കുന്ന ആൾക്കാർക്ക് ഇതൊക്കെ ഒന്ന് നശിപ്പിക്കാതെ ഇങ്ങനെ വെച്ചിരുന്നെങ്കിൽ ഒരു വരുന്ന തലമുറക്ക് ഇത് പിന്നെ ആസ്വദിക്കാൻ പറ്റിയ, അല്ലെ കാണാൻ പറ്റിയ ഒരു നല്ല ഒരു സ്മാരകങ്ങളായി മാറിയേനെ എന്നാണ് നമ്മൾ ആശിച്ചു പോകുന്നത്. കണ്ടോ, ഇതൊക്കെ അതിൻ്റെ പൂർണ്ണതയിൽ ബാക്കിയായിരുന്നെങ്കിൽ എത്ര സുന്ദരമായിരിക്കുമെന്ന് നമുക്ക് സങ്കല്പിക്കാൻ പോലും പറ്റുന്നില്ല. ഹംപിയിലും അതുപോലെ അങ്ങനെയുള്ള പല സ്ഥലങ്ങളിലും സംഭവിച്ചത് ഇത് തന്നെയാണ്. ഏറ്റവും മനോഹരമായതിനെ, കാവ്യശില്പം പോലെയുള്ള സൗന്ദര്യങ്ങളെ തച്ചുടച്ച് നശിപ്പിക്കാൻ തോന്നുന്ന മനസ്സിനെ നമുക്ക് എത്രത്തോളം ശപിച്ചാലും മതിയാവില്ല. മഴ തീർന്നു ഏതാണ്ട്. ഇപ്പോൾ ചെറുതായിട്ടൊന്ന് വെയിലറച്ചു തുടങ്ങി. അപ്പോൾ ആ സമയമാകുമ്പോഴത്തേക്കാണ് കോട കുന്നിറങ്ങിയും കുന്ന് കയറിയും ഒക്കെ കോട വരുന്നത്. അപ്പോൾ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് തൊട്ടടുത്ത് നിൽക്കുന്ന ആളെ പോലും കാണാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് മാറും. ഉണ്ടോ, ചില ആളുകൾ സാഹസിക ട്രെക്കിംഗ് വരെ നടത്തുന്നുണ്ട്. ഈ പാറയുടെ ഏറ്റവും മുകളിൽ ഒരു ചെറിയൊരു കോവിൽ, ഒരു ക്ഷേത്രം കാണാം. ഇത് നമ്മളിപ്പോൾ ഈ മലയുടെയും ഈ കോട്ടയുടെയും ഏറ്റവും മുകൾ ഭാഗത്തെത്തി. ഇപ്പോൾ നമ്മൾ ആ ഒരു കാലത്തെക്കുറിച്ച് ജസ്റ്റ് ഒന്ന് സങ്കല്പിച്ച് നോക്കിയാൽ ഇത് കണ്ടോ, ഇതൊക്കെ ഇവിടെ പീരങ്കികളുമായി കാവൽ നിൽക്കുന്ന ഭടന്മാർ. ഞാനിതാണ്ട ഈ താഴെയുള്ള കാഴ്ച ഒന്ന് കാണിച്ചു തരാം. അത്രയും താഴേക്ക് വരെ ഇത് കണ്ടോ, താഴെ റോഡ് കാണാം. അപ്പോൾ അവിടെ നിന്നൊരു ഇലയനക്കം പോലും മനസ്സിലാക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു സ്ഥാനത്താണ് ഈ കോട്ടയുള്ളത്. ചുറ്റും ഇതിൻ്റെ ബാക്ക് സൈഡ് ഇനിയും ഉയരത്തിൽ കുന്നുകളുണ്ട്. ശത്രുക്കൾ വരാൻ സാധ്യതയില്ല. അതുകൊണ്ടായിരിക്കും ഈ ഒരു സ്ഥലത്ത് ഇവർ കോട്ട പണിതിട്ടുണ്ടാകാം. പക്ഷേ മറുവശത്ത് ഈ ആൾക്കാർക്ക് വരാൻ പറ്റുന്ന, പടയാളികൾക്ക് വരാൻ പറ്റുന്ന ഭാഗത്തേക്ക് തിരിച്ചു വെച്ചുകൊണ്ട് പീരങ്കികളും മറ്റും നമുക്ക് സങ്കല്പിക്കാൻ കഴിയും. ഇതാണ്ട ഇതിൻ്റെ അതിനുള്ള സ്ഥാനങ്ങളാണിത്. പീരങ്കികളും വലിയ തോക്കുകളൊക്കെ വെച്ചുകൊണ്ട് പടയാളികൾ കാവൽ നിൽക്കുന്ന സ്ഥാനങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഇതുണ്ടോ, ഇതിൻ്റെ നമ്മൾ ഏറ്റവും മൂർധാവിൽ എത്തുന്നതോടെ വെയിൽ അറിച്ചു തുടങ്ങി. ഇത് കണ്ടോ, കിഴക്കാൻ തൂക്കായി ഇതവർ അമ്മയാണ് കയറി പോകുന്നത്. നമ്മളെ മനസ്സിൽ എപ്പോഴും ഒരു ബാല്യം ബാക്കി നിൽക്കുന്നുണ്ട് എന്ന് തെളിയിക്കുന്നതാണ് ഈ കാഴ്ച. അതുകൂടാതെ സാഹസികത മനുഷ്യൻ്റെ ഉള്ളിലെപ്പോഴും ഒളിഞ്ഞു കിടപ്പുണ്ട്. അതാണ് ഇത്തരം കഠിനമായ പരിശ്രമങ്ങൾക്ക് മനുഷ്യനെ സഹായിക്കുന്നതും അത് സാധ്യമാക്കുന്നതും. നെപ്പോളിയൻ പണ്ട് പറഞ്ഞത് അതുതന്നെയാണ്, അസാധ്യമായി ഒന്നുമില്ല. അപ്പോൾ ഓരോ മനുഷ്യൻ്റെ ഉള്ളിലും അസാധ്യമായ കഴിവുകളും ശക്തിയും ഒളിഞ്ഞു കിടപ്പുണ്ട്. ആ ശക്തി നമ്മൾ തിരിച്ചറിയുന്ന കാലത്താണ് മനുഷ്യന് എന്തും സാധ്യമാകുന്നത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എല്ലാവരും കയറി വരുന്നുണ്ട്, പരമാവധി എല്ലാവരും കയറി കേട്ടോ, എല്ലാവരും ഉണ്ട്. ഇതൊരു ക്ഷേത്ര സങ്കല്പമാണ്, ലക്ഷ്മി നരസിംഹമൂർത്തി ക്ഷേത്രം. സൗന്ദര്യത്തിൻ്റെ ഒരു മഹാസൗധത്തിന് മുന്നിൽ നിർമ്മിച്ച ഒരു കോട്ട. ഇത് കണ്ടോ, പ്രകൃതി തന്നെ ഒരു കോട്ടയായി രൂപപ്പെടുകയും അതിനെ വിശ്വസിച്ചുകൊണ്ട്, പ്രകൃതിയെ വിശ്വസിച്ചുകൊണ്ട് മനുഷ്യൻ നിർമ്മിച്ച, അല്ലെങ്കിൽ ഒരു രാജാവ് നിർമ്മിച്ച അതിഗംഭീരമായ ഒരു കോട്ടയും ആ ഒരു കാഴ്ച ഈ ഏറ്റവും നെറുകയിൽ നിന്ന് കാണുമ്പോൾ പുറത്തു വരുന്നില്ല. അതുപോലെ കവലേദുർഗ കോട്ടയുടെ ഏറ്റവും മുകളിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇതൊരു ലക്ഷ്മി നരസിംഹ ക്ഷേത്രം ഇവിടെ കാണാം. കൊട്ടാരമുള്ള സ്ഥലം കുറച്ചുകൂടി മുകളിലേക്കാണ്. മുകളിൽ നിന്നല്ല, ഈ പാറയിനേക്കാളും കുറച്ചുകൂടി ഹൈറ്റ്. അപ്പോൾ അതുകൊണ്ട് നമ്മളിനി ഒരു കിലോമീറ്ററോളം അങ്ങോട്ട് നടക്കണം. പിന്നെ അത്രയും ദൂരം പോകുന്നില്ല. എല്ലാവരും ഇത് ഇവിടുന്ന് മടക്കാമെന്നുള്ളതാണ് പ്ലാൻ. അതൊന്നും ഈ കൊട്ടാരത്തിൻ്റെ അവശേഷിപ്പൊന്നുമില്ല. ഇതുപോലെയുള്ള ചില കാഴ്ചകൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ കൊട്ടാരമായിട്ട് കാണാനുണ്ടെങ്കിൽ നമുക്ക് അങ്ങോട്ട് പോകുമായിരുന്നു. പക്ഷെ അതൊന്നും ഇല്ല. അപ്പോൾ നമ്മൾ ഏതായാലും ഇവിടുന്ന് മടങ്ങുന്നു. അപ്പോൾ നമുക്ക് പറ്റുമെങ്കിൽ
ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഇതുപോലെയുള്ള സ്ഥലങ്ങൾ നമ്മൾ കാണണം, ഇതിനെക്കുറിച്ച് അറിയണം. നമ്മളെ പഴയ കാലത്ത് ഇവിടെ നിലനിന്നിരുന്ന സംസ്കൃതിയെക്കുറിച്ച്, നമ്മുടെ ഒരു സംസ്കാരത്തെക്കുറിച്ച്, പാരമ്പര്യത്തെക്കുറിച്ചൊക്കെ മനസ്സിലാക്കാൻ ഇത്തരം യാത്രകൾ നമ്മളെ സഹായിക്കുമെന്നുള്ളത് ഒരു വാസ്തവം തന്നെയാണ്. നമ്മൾ മടക്കയാത്രയിലാണ്. കുറച്ച് സമയം മഴ മാറി എന്നുകൊണ്ട് നല്ല സുഖമായിരുന്നു യാത്ര. കോട്ടയുടെ ഒരു പൂർണ്ണ ദൃശ്യമെന്ന് നമുക്ക് പറയാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു കാഴ്ച. അതിമനോഹരമാണ് കേട്ടോ. രണ്ടാമത്തെ കമാനത്തിനടുത്താണ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത്. ഇതും കരിങ്കല്ലിൽ ഉണ്ടാക്കിയ സംഭവം തന്നെയാണ്. ഈ കോട്ട കമാനങ്ങളും ഒക്കെ കടന്നിട്ട് ഒരു ശത്രുവിന് ഈ കോട്ടേൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമൊന്നുമല്ല. പിന്നെ ഇത് പലപ്പോഴും കീഴടക്കാൻ പറ്റുന്നത് ഇതിനുള്ളിൽ നിന്നുള്ള ആളുകളുടെ ഒറ്റിക്കൊടുക്കലും മറ്റൊക്കെ ഉണ്ടാകുമ്പോഴാണ്. സാധാരണ നിലയിൽ ഇത്തരം ശക്തിദുർഗങ്ങൾ കീഴടക്കുക അത്ര എളുപ്പമല്ല. ഇവിടെയൊക്കെ കാവലുണ്ടാവും ആചാനബാഹുക്കളായ പടയാളികൾ. ഇവിടെ ചെറിയൊരു കുളം പോലെ എന്തോ ഒരു സംഭവം ഉണ്ടായിരുന്നു തോന്നുന്നു. പണ്ട് കാലത്തെ ഉണ്ടായതായിരിക്കാം. പടയാളികൾക്കൊക്കെ കുളിക്കാനും മറ്റുമുള്ള സൗകര്യമായിരിക്കണം. ഈ കോട്ടയുടെയും കൊട്ടാരങ്ങളുടെയൊക്കെ പുറകിൽ, പിന്നാമ്പുറങ്ങളിൽ എത്ര കഥകളല്ലേ. കഴിഞ്ഞ കാലങ്ങളിൽ ഇവിടെയൊക്കെ നടന്ന യുദ്ധങ്ങളും വെട്ടിപ്പിടിക്കലുകളും അതുപോലെ ഒറ്റിക്കൊടുക്കലും ചതിയും എല്ലാം ചേർന്നുള്ള ഒരു ചരിത്രം ഇതിൻ്റെയൊക്കെ പുറകിലുണ്ടാവും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇത്തരം ഒരു വലിയ കോട്ട കീഴടക്കണമെങ്കിൽ ദൂരെ നിന്ന് വരുന്ന ഒരു ശത്രു സൈന്യത്തിന് അത്ര എളുപ്പമല്ല. അപ്പം അതിനവർ ചെയ്യുന്നത് കുറേ കാലം മുമ്പേ തന്നെ ഇവിടുത്തെ വിവരങ്ങളൊക്കെ ചാരന്മാർ മുഖേന ശേഖരിക്കുകയും അല്ലെങ്കിൽ ഇവിടെയുള്ള ഭടന്മാർക്കോ മറ്റോ സമ്മാനങ്ങൾ കൊടുത്ത് അവരിൽ നിന്ന് ഇത്തരം വിവരങ്ങൾ ശേഖരിച്ചതിന് ശേഷം ഉള്ള ഒരു ആക്രമണമായിരിക്കും അവർ ഒരുക്കുക. അങ്ങനെ മാത്രമേ ഇത്രയും കുന്നിന് മുകളിലുള്ള ഒരു കോട്ടയോ കൊട്ടാരോ ഒക്കെ കീഴടക്കാൻ പറ്റുകയുള്ളൂ. അത് കീഴടക്കി കഴിയുമ്പോൾ അവരത് നശിപ്പിച്ച് കളയുകയും ചെയ്യും. അതാണ് അതിൻ്റെ ഒരു ഏറ്റവും സങ്കടകരമായ വസ്തുത. ഇതും ഭടന്മാർ വിശ്രമിക്കാനുള്ള ഇടം അല്ലെങ്കിൽ ഒരു മുറിയാണിത്. ഇത് നമ്മൾ അവസാനത്തെ കമാനത്തിൽ നിന്ന് നമ്മൾ പുറത്തേക്ക് കിടക്കുകയാണ്. ഇവിടെ കമാനം ഈ വഴി വളരെ വീതി കുറഞ്ഞതാണ്. കാരണം ഇതിലേ കൂടി ഒരു കൂട്ടം ആളുകൾ ഒന്നായിട്ട് വരാൻ പാടില്ല എന്നുള്ള തരത്തിലുള്ള ഒരു സുരക്ഷാ രീതിയാണിത്. അപ്പോൾ കുറച്ചാളുകൾ മാത്രം കയറി വരുമ്പോൾ അപ്പോൾ അവിടെ ഇവരെ നേരിടാൻ ഇഷ്ടമാതിരി പടയാളികൾ പുറകിലുണ്ടാവും. ഇത് ലാസ്റ്റിലത്തെ കമാനം, കാവൽമാടം അല്ലെങ്കിൽ കമാനം. ഇത് 4-മത്തോ 5-മത്തോ ആയിരിക്കും. അപ്പം അത്രയും ഘട്ടഘട്ടമായുള്ള സുരക്ഷാ രീതികളാണ് ഓരോ കോട്ടയും പിന്തുടരുന്നത്. ഒരു കോട്ട, ഒരു കമാനം, അതിന് പുറകിൽ മറ്റൊരു കമാനം, അതിന് ചുറ്റും കോട്ട. അപ്പം ഇതിനെയൊക്കെ ഭേദിച്ചൊരു ശത്രു സൈന്യത്തിന് അവിടത്തേക്ക് കടന്നു ചെല്ലുക എന്ന് പറയുന്നത് എത്ര ദുഷ്കരമായിരിക്കും, എത്ര ബുദ്ധിമുട്ടുള്ളതായിരിക്കും എന്ന് നമുക്ക് സങ്കല്പിക്കാം. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണും വരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ.